നിങ്ങൾ മഞ്ഞളിൻ്റെ ഇല കണ്ടിട്ടുണ്ടോ? മഞ്ഞളിൻ്റെ ഇല നല്ല സാധാരണ നമ്മൾ വാഴയുടെ ഇലയിലാണ് അട ഉണ്ടാക്കാറ്. എന്നാൽ മഞ്ഞളിൻ്റെ ഇലയിൽ അട ഉണ്ടാക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത്. അപ്പം ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല ടേസ്റ്റാണ്, അതിനൊരു പ്രത്യേക മണമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിതേ മഞ്ഞളിൻ്റെ ഇല എടുക്കുന്നുണ്ട്, ശർക്കര, മഞ്ഞളിൻ്റെ ഇല, മഞ്ഞൾ കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുണ്ട്. അത്യാവശ്യം നല്ല വലുതിലല്ല നടാം. പിന്നെ കുറച്ച് വഴുതനി ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. വഴുതനി, മഞ്ഞൾ. ഇതാണ് മഞ്ഞളിൻ്റെ ഇല കണ്ടില്ലേ. ശർക്കര പാവാക്കിയിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ശർക്കര പാവാക്കിയിട്ടുണ്ട്. ഇനി അതിൽ തേങ്ങ ഇടണം. തേങ്ങ ഇട്ടിട്ട് കുഴച്ച് അത് നമ്മൾ എന്ത് ചെയ്യണം, അരിപ്പൊടി നന്നായി കുഴച്ചിട്ട് അട പരത്തിയിട്ട് അതിലേക്ക് ഈ തേങ്ങയും ശർക്കര പാവിൽ തേങ്ങ ഇട്ടിട്ട് അതും കൂടി അതിലേക്ക് ഇടും. ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത് ചൂടാ, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ടർമറിക്കിൻ്റെ ഇല എടുത്തു. അതിൽ ഞാനിത് പരത്തുന്നു. അതിൽ ശർക്കരയും തേങ്ങയും കൂടിയിട്ടുള്ളത് ഇട്ടിട്ട് ഇറക്കിയത്. കണ്ടില്ലേ, ടർമറിക്കിൻ്റെ ഇലയിൽ അട നമ്മളെടുത്തു. ഇലയെടുത്ത് നമ്മളിതിവിടെ കൊണ്ടുവന്ന് ഇഡ്ഡലി പാത്രത്തിൽ ഇത് വെക്കണം. കണ്ടോ, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അത് ആവി കയറ്റണം. മൂടി വെച്ചു. ആവിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് എടുക്കും. ആവിയുടെ മണം വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു മണം. ഇത് ഈ മണത്തിനാണ് പ്രത്യേകത എന്നാണ് പറഞ്ഞത്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഞാനത് തുറന്നിട്ട് ചൂടാറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ഇവിടെ ഇല തുറന്നു കേട്ടോ. ഞാൻ ഇല തുറന്ന് അതിൻ്റെ മണം, നല്ല മണമാണ് അതിൻ്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞത്. രുചി ഇപ്പോൾ നമുക്കറിയാം, അടയുടെ രുചി നമുക്കറിയാം, പക്ഷെ മണം നമ്മുടെ ഇലടയ്ക്ക് മണമില്ല. മഞ്ഞളിൻ്റെ ഇലയിലുണ്ടാക്കിയ ഇലയ്ക്കാണ് മണം. ഇനി രുചി നോക്കട്ടെ ഏട്ടാ. ചൂടുണ്ട്. ആ രുചിയുണ്ട് കേട്ടോ. ആ ഇലയുടെ ആ രുചി അതിനുണ്ട്. സൂപ്പറുണ്ട്, സൂപ്പർ. അപ്പം മഞ്ഞൾ നടും, ഇലയുണ്ടാക്കും, എന്നിട്ട് അതിൽ അടയുണ്ടാക്കും.
ആരോഗ്യത്തിന് നല്ലതാണ്. ടേസ്റ്റ് മണം മണം മണമാണ് ഗുണം. അതിൻ്റെ മണമാണ് ഗുണം. ഓക്കെ. സൂപ്പർ.